നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശുവും ഗലീല യാത്രയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ദൂതൻ അവരോട്, അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു, അവിടെ നിങ്ങൾ അവനെ കാണും, ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടെ കല്ലറ വിട്ട് അവന്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി. എന്നാൽ യേശു അവരെ എതിരേറ്റ്, നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്ന് അവന്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. യേശു അവരോട്, ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറവീൻ, അവിടെ അവർ എന്നെ കാണും എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം കല്ലറയ്ക്കലെത്തിയ സ്ത്രീകളോട് ദൂതൻ പറയുന്ന പ്രധാന കാര്യം, യേശു ഗലീലയ്ക്ക് പോകുന്നു, അവിടെ വെച്ച് ശിഷ്യന്മാരെ കാണും എന്നാണ്. ഈ കാര്യം ശിഷ്യന്മാരോട് അറിയിക്കുവാൻ മടങ്ങി വരുന്ന വഴി യേശു ആ സഹോദരിമാർക്ക്, മഗ്ദലന മറിയയ്ക്കും മറ്റ് സ്ത്രീകൾക്കും പ്രത്യക്ഷപ്പെടുകയാണ്. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വന്ദനം, ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറവി. കർത്താവായ യേശുക്രിസ്തു ഉയർത്ത കല്ലറ ആദ്യം കണ്ടത് യേശുവിനെ അനുഗമിച്ച കുറെ സ്ത്രീകളാണ്. അവര് പ്രസംഗകരായിരുന്നില്ല, മറിച്ച് അവര് വസ്തുവകകൾ കൊണ്ട് കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരായിരുന്നു. യേശുവിന് തുണി നെയ്തു കൊടുക്കുക, യേശുവിന് തുണി നനച്ചു കൊടുക്കുക, അതുപോലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ഇതൊക്കെ ആയിരുന്നിരിക്കാം അവരുടെ ശുശ്രൂഷകൾ. പക്ഷേ ആ ശുശ്രൂഷയെ കർത്താവ് വിലമതിക്കുകയാണ്. പ്രസംഗം മാത്രമല്ല ശുശ്രൂഷ, സാമ്പത്തികമായി സഹായിക്കുന്ന ആ കാര്യം മാത്രമല്ല ശുശ്രൂഷ. തങ്ങളുടെ ആരോഗ്യം കൊണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ ആ വാസന കൊണ്ട് ചെയ്യുന്ന ചെറിയ ശുശ്രൂഷകളെപ്പോലും കർത്താവ് വിലമതിക്കുന്നു എന്നുള്ളതാണ് യേശുവിൻ്റെ തുറന്ന കല്ലറ ആദ്യം ഈ സഹോദരിമാർക്ക് കാണിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമുണ്ടായത്. അതുപോലെ യേശുവിൻ്റെ ഉയർപ്പിൻ്റെ കാര്യം ആ ദൂതൻ ആദ്യം അറിയിച്ചതും ഈ സ്ത്രീകളോടാണ്. അടുത്തതായിട്ട് യേശു തന്നെ ഉയർത്തതിൻ്റെ യേശു തന്നെ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഈ സ്ത്രീകൾക്കാണ്. അവർ അവനെ തൊട്ടു. യേശു അവരോട് സംസാരിച്ചു. ദൂതൻ പറഞ്ഞ അതേ കാര്യം യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ പോയിട്ട് എൻ്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറവി. ഈ സംഭവം നടക്കുന്നത് യഹൂദയിലെ യെരുശലേമിലാണ്. ഈ ശിഷ്യന്മാരൊക്കെ ഗലീലക്കാരാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഗലീലയ്ക്ക് പോവുക എന്ന് പറയുന്നത്? അവരുടെ വീട്ടിലേക്ക് പോകാനാണോ? അല്ല, മറ്റേതോ കാര്യമാണ്. നിങ്ങൾ ഗലീലയ്ക്ക് പോകുക, അവിടെ നിങ്ങളെ ഞാൻ കാണും എന്ന് പറയുന്നത് 11 അപ്പോസ്തലന്മാരുടെ കാര്യമാണ്. യൂദ കെട്ടിഞ്ഞാന്ന് ചത്തല്ലോ, പിന്നെ 11 അവരുടെ കാര്യമാണ്. പക്ഷെ ഇതിനിടയ്ക്കൊരു ദുഃഖകരമായ കാര്യമുണ്ടായി. യേശു ഉയർത്തു എന്ന് ആരൊക്കെയോ പറയുന്നു. കല്ലറ തുറന്നു കിടക്കുന്നത് അത് കണ്ടു. പക്ഷേ യേശു ഉയർത്തു എന്ന് പറയുന്നത് അത് ഒരു തോന്നലായിരിക്കാം, മായക്കാഴ്ചയായിരിക്കാം. പത്രോസും വേറെ ചില ആളുകളും ഗലീലയ്ക്ക് പോവുകയാണ്. അത് യേശു കൽപ്പിച്ച കാര്യമല്ല, യേശു കൽപ്പിച്ച സ്ഥലത്തേക്കല്ല, അല്ലെങ്കിൽ യേശു ഉദ്ദേശിച്ച കാര്യമല്ല. പത്രോസ് ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്നാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവർ വിശപ്പ് സഹിക്കുന്നുണ്ട്. യേശു 40 ദിവസം വിശന്നിരുന്നു എന്നുള്ളത് അതൊക്കെ അവർ മറന്നുപോയി. ഇപ്പോൾ 2-3 ദിവസം വിശപ്പുണ്ടായി, വിശന്നു. തീർച്ചയായിട്ടും 3.5 വർഷം യേശു സമൃദ്ധിയായിട്ട് അവർക്ക് ഭക്ഷണം നൽകിയവനാണല്ലോ. ആ യേശു നിമിത്തം 1-2-3 ദിവസം വിശക്കേണ്ടി വന്നാൽ അത് സാരമില്ല എന്ന് ചിന്തിക്കാൻ പത്രോസിന് കഴിഞ്ഞില്ല. പത്രോസ് ഉപജീവനാർത്ഥം തൻ്റെ പഴയ
പടകും വലയും എടുത്ത് മീൻ പിടിക്കാനായിട്ട് പോകുന്നു എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ വേറെ 5-6 പേര് ഞങ്ങളും വരുന്നു എന്ന് പറയാൻ ഇടയായി. യേശു ഉയർത്തു എന്നുള്ളത് ശരിയാണ്. യേശു വീണ്ടും വരും, യേശു പ്രത്യക്ഷപ്പെടും. യേശു താൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഉയർക്കുമെന്ന്. യേശു ഉയർത്തു, നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുതെന്നും വാക്യമുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പത്രോസിനോട് പറയാൻ, തിരുത്താൻ ഒരാളും തയ്യാറായില്ല. കാരണം രോഗമല്ലേ പകരത്തുള്ളൂ, ആരോഗ്യം പകരുകയില്ലല്ലോ. ഈ 6 ശിഷ്യന്മാരെ കൂട്ടി പത്രോസ് പഴയ സ്ഥലത്ത് പോയി താൻ സൂക്ഷിച്ചു വെച്ചിരുന്ന പഴയ വലയെടുത്തു, സൂക്ഷിച്ചു വെച്ചിരുന്ന പഴയ പടകെടുത്തു. തങ്ങളുടെ തുറയിൽ അവർ വല വീശാൻ തുടങ്ങി. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടിയില്ല. അപ്പോഴാണ് കർത്താവ് പ്രഭാതത്തിൽ കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതോ ഉണ്ടോ എന്ന് ചോദിച്ച് വലത്തുഭാഗത്ത് വീശുവിൻ എന്ന് പറഞ്ഞ് വല നിറയെ, പടക് നിറയെ 153 വലിയ മീൻ ലഭിക്കത്തക്കവണ്ണം അവരെ സഹായിച്ചു. അവർക്ക് അപ്പവും മീനും ഒക്കെ നൽകി അവർക്ക് ശുശ്രൂഷയിൽ അവരെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. വാസ്തവത്തിൽ അത് ഒരു ബ്രാക്കറ്റ് പീരീഡാണ്. അത് പത്രോസിനും ചില ശിഷ്യന്മാർക്കും പറ്റിയ ഒരു അബദ്ധമാണ്. കർത്താവിനെ തിരുത്തി. എന്നാൽ നിങ്ങൾ ഗലീലയ്ക്ക് പോവുക എന്ന് പറഞ്ഞത് ഗലീല കടൽ തീരത്തേക്കല്ല. എങ്കിലത് കർത്താവ് പറയുമായിരുന്നു, നിങ്ങൾ ഗലീല കടൽ തീരത്തേക്ക് വരണമെന്ന്. അല്ല, അത് വേറെ ഏതോ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, അത് കർത്താവിൻ്റെ സ്വർഗ്ഗാരോഹണം കാണിക്കാനും കർത്താവിൻ്റെ ഗ്രേറ്റ് കമ്മീഷൻ, വലിയ നിയോഗം അവർക്ക് നൽകാനും ആയിരുന്നു. അത് യേശുവിന് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അത് ദൂതന്മാരോടും യേശു പറഞ്ഞിരുന്നു. ദൂതന്മാർ അത് ആ സ്ത്രീകളോട് പറഞ്ഞു. പിന്നീട് യേശുവും ആ സ്ത്രീകളോട് പറഞ്ഞിട്ട്, നിങ്ങൾ പോയി പറയണം എൻ്റെ സഹോദരന്മാരോട്. പ്രിയപ്പെട്ടവരെ, പത്രോസ് ഉൾപ്പെടെയുള്ള ആളുകൾ തന്നെ വിട്ടു പോകും, മീൻ പിടിക്കാൻ പോകും എന്ന് അറിയാവുന്ന യേശു, സർവജ്ഞാനിയായ യേശു അവരെ വിളിക്കുന്നത്, അവരെക്കുറിച്ച് പറയുന്നത് സഹോദരന്മാർ എന്നാണ്. അവനവരെ സഹോദരന്മാർ എന്ന് വിളിക്കാൻ ലജ്ജിച്ചില്ല എന്നൊരു വാക്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുറവുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്, നമ്മുടെ പോരായ്മകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത്, സഹോദരന്മാരെ പോലെ കണക്കാക്കുന്നത് എന്നുള്ളത് ഒരു പാഠം നമുക്കിവിടെ പഠിക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവനെ തൊട്ടു നോക്കി അവനെ അവർ തിരിച്ചറിഞ്ഞു. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആ ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് ലഭിക്കുന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.